കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഇക്കാലത്ത് റേഡിയോയെ സന്തത സഹചാരിയാക്കി 83-കാരൻ. കോതമംഗലം ചേലാട് സ്വദേശി റിട്ടയർഡ് അധ്യാപകനായ CK അലക്സാണ്ടറുടെ വിശ്വസ്തനായ കൂട്ടുകാരനാണ് റേഡിയോ. ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഇക്കാലത്ത് ഒരു ചെറിയ റേഡിയോയെ ഇന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി സൂക്ഷിക്കുന്ന കോതമംഗലം സ്വദേശിയെ ഈ ലോക റേഡിയോ ദിനത്തിൽ പരിചയപ്പെടാം. കോതമംഗലം ചേലാട് സ്വദേശി റിട്ടയർഡ് അധ്യാപകനായ CK അലക്സാണ്ടർ എന്ന 83-കാരൻ 60 വർഷത്തിലധികമായി റേഡിയോയെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി കൂടെ കൂട്ടിയിട്ട് പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴുമെല്ലാം വാർത്തകളും പാട്ടുകളും ലോകത്തിന്റെ ഓരോ ചലനവും അലക്സാണ്ടറുടെ ചെവിയിലെത്തുന്ന റേഡിയോ വഴിയാണ്. റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ഒരാളാണ് അലക്സാണ്ടർ. അന്ന് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിന്റെ അഭിമാനമായിരുന്നു. കണ്ണ് വേണ്ട വൈദ്യുതി പോലും ഇല്ലാതെ ലോകം കേൾക്കാൻ കഴിയുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഇന്നും റേഡിയോയ്ക്ക് അലക്സാണ്ടർ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. റേഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ഏത് ജോലിയും ചെയ്യാം. അതാണ് ഒരു പ്രത്യേകതയുള്ളത്. നമ്മുടെ ജോലിക്ക് ഭംഗം വരുന്നില്ല, ഒരു തടസ്സമില്ല. കേൾവിക്ക് ചില ഓളിയും കുറച്ചോ കൂട്ടിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും അത് അടുക്കള ജോലി ചെയ്യുന്ന വനിതകൾക്ക് റേഡിയോ അത്യാവശ്യമാണ്. കാരണം അവര് പാചകം ചെയ്യുമ്പോൾ ആ റേഡിയോ അവിടെ ഓൺ ചെയ്തിരുന്നാൽ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും സമയം മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യാം. സമയം അറിയാൻ പറ്റും. അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന നല്ല ആരോഗ്യപരമായിട്ടുള്ള അറിവ് കിട്ടും. റേഡിയോയുമായി ബന്ധപ്പെട്ട ഏതറിവും അലക്സാണ്ടറിന് മനഃപ്പാടമാണ്. റേഡിയോ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ഈ റിട്ടയർഡ് അധ്യാപകന് ചിന്തിക്കാനോ സാധ്യമല്ല. ഇത് കേവലം ഒരു വിനോദ ഉപാധിയല്ല, ഇദ്ദേഹത്തിന് തന്റെ ജീവിതം തന്നെയാണ്. ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ശീലമുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ടാക്കി. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ജീവിതശൈലി തുടങ്ങിയവ രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അലക്സാണ്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറിന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ. രാത്രി 11-ന് റേഡിയോ പരിപാടികൾ അവസാനിക്കുന്നത് വരെ കാതിൽ റേഡിയോ തന്നെയാണ് ഇദ്ദേഹത്തിന് കൂട്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് സുപരിചിതമായ പേരാണ് അലക്സാണ്ടർ കോതമംഗലം എന്നത്. 1980-ൽ മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനമായി കേന്ദ്ര വികാസ് P. പട്ടേ റേഡിയോ നൽകി. അങ്ങനെ നിരവധി തവണ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി. വയലും വീടും, കൃഷിപാഠം, ആകാശവാണിയിലൂടെയുള്ള ജീവധാര, അമൂല്യമീ നേത്രങ്ങൾ, അക്ഷയ ഊർജവും നമ്മളും, മത്സ്യകേരളം, നമ്മുടെ ആഹാരം, സുഗന്ധ കേരളം, എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങി നിരവധി പരമ്പരകളിൽ ഇദ്ദേഹം വിജയിയായി. സമ്മാനമായി 2 തവണ കൃഷിശാസ്ത്രജ്ഞരോടൊപ്പം അഖിലേന്ത്യാ പര്യടനത്തിനും അവസരം ലഭിച്ചു. സമ്മാനമായി ലഭിച്ച 20-ൽ പരം റേഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി അവരെയും റേഡിയോയുടെ ലോകത്തേക്ക് കൈപിടിച്ചു. അലക്സാണ്ടറിന് ഊണിലും ഉറക്കത്തിലും പറമ്പിൽ പണിയെടുക്കുമ്പോഴുമെല്ലാം റേഡിയോ സന്തത സഹചാരിയാണ്. തനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന, ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചത് റേഡിയോയും കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസിലിസ് ബാബയുടെ അനുഗ്രഹമാണെന്നും അലക്സാണ്ടർ പറയുന്നു. റേഡിയോ ശ്രമിക്കാൻ കുറച്ചു സമയമെങ്കിലും യുവാക്കൾ മാറ്റിവെക്കണമെന്നാണ് അലക്സാണ്ടറുടെ അഭ്യർത്ഥന. എന്നും റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. റേഡിയോ ശ്രോതാവെന്ന നിലയിൽ 1980-ൽ ലാഭകരമായ കോഴി വളർത്തൽ എന്ന കൃഷിപാഠ പരമ്പര ശ്രദ്ധിച്ചതുകൊണ്ട് 1ാം സമ്മാനമായിട്ട് ഒരു റേഡിയോ എനിക്ക് സമ്മാനമായി കിട്ടി. അത് കേന്ദ്രമന്ത്രി വസന്ത് P. സാറ്റയാണ് എനിക്ക് സമ്മാനം തന്നത്. അത് എല്ലാം കൊണ്ടും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. റേഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി അറിവുകളുണ്ട്. നമ്മുടെ ആഹാരം, ആരോഗ്യരംഗം, ഡോക്ടറോട് ചോദിക്കുക, വിദ്യാഭ്യാസ രംഗം, കൃഷി രംഗം, അതുപോലെ ലളിതഗാനങ്ങൾ,
ശാസ്ത്രീയ സംഗീതം, ഇതെല്ലാം റേഡിയോയിൽ നിന്ന് കേട്ട് ഞാൻ മനസ്സിലാക്കിയ ശേഷം അത് കുട്ടികളെ പഠിപ്പിച്ച് അവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നിവ നേടിയിട്ടുള്ള അലക്സാണ്ടർക്ക് 2019 കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള ശ്രവണശ്രീ അവാർഡും ലഭിച്ചു. ചിത്രകലയിലും ബുൾബുൾ വായനയിലും മികവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം 1998 കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. പുതുതലമുറയിലെ സ്വകാര്യ FM റേഡിയോകളായ റേഡിയോ മാഗോയും ക്ലബ് എഫവും റെഡ് എഫവും എല്ലാം ഇദ്ദേഹം ദിവസേന ശ്രവിക്കാറുണ്ട്. മാധ്യമപ്രവർത്തകനും കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ലൈബ്രറി അസിസ്റ്റന്റുമായ മകൻ ഏബിൾ സി അലക്സ്, മരുമകൾ സ്വപ്ന, കൊച്ചുമകൾ ഏഞ്ചലിൻ മരിയ എന്നിവർക്കൊപ്പമാണ് അലക്സാണ്ടറിന്റെ താമസം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.